3 കേസുകളിലായി 4 പേരെ വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ധനസഹായ ശേഖരണ പെട്ടി മോഷ്ടിക്കൽ, ജോലി വാഗ്ദാനം നൽകി തട്ടിപ്പ്, അടക്കമോഷണം എന്നീ കേസുകളിലാണ് അറസ്റ്റ്. 2 ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവരെയാണ് പിടികൂടിയത്. മാനസ സിൽക്സ് ആൻഡ് സാരീസ്, മെയിൻ റോഡ്, ചെമ്മാട്. വളാഞ്ചേരി ടൗണിൽ സ്ഥാപിച്ചിരുന്ന ഡയാലിസിസ് സെന്ററിന്റെയും പാലിയേറ്റീവ് കാരുണ്യ എന്നീ സംഘടനകളുടെയും ധനശേഖരണാർത്ഥം സ്ഥാപിച്ച പെട്ടികൾ മോഷണം നടത്തിയ കേസിൽ ഇരുമ്പിളിയം സ്വദേശി ഇബ്രാഹിമിനെ പോലീസ് പിടികൂടി. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. വളാഞ്ചേരി പട്ടാമ്പി റോഡിലെ മാർക്കറ്റിൽ സ്ഥാപിച്ചിരുന്ന പെട്ടികളാണ് പ്രതി മോഷ്ടിച്ചത്. ഇത് ഞാനാണ്. അത് പേനാമ്പാലിറ്റിയിലാണ്. ജോലി വാഗ്ദാനം ചെയ്ത് ആസാം സ്വദേശിയായ യുവതിയെ നാട്ടിലെത്തിച്ച് ജോലി നൽകാതെ പറ്റിച്ച സംഭവത്തിലാണ് 2 പേരെ പോലീസ് പിടികൂടിയത്. ആസാം സ്വദേശിയായ യാസിം ആലം, മുഹീം ഹുസൈൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ആസാം സ്വദേശിയായ സ്ത്രീയെ കേരളത്തിൽ നല്ല ജോലി തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് യുവാക്കൾ പറ്റിക്കുകയായിരുന്നു. നാട്ടിലെത്തിയ യുവതിയെ ലൈംഗിക തൊഴിൽ ചെയ്യാൻ നിർബന്ധിക്കുകയും നിസ്സഹരിച്ച യുവതിയെ മർദ്ദിക്കുകയും വിവസ്ത്രയാക്കുകയും ചെയ്തു. ഇവരുടെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ട സ്ത്രീ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. കഞ്ഞിപ്പുര കൂടശ്ശേരിയിൽ 25,000 രൂപ വിലമതിപ്പുള്ള 3 ചാക്ക് അടക്കം മോഷ്ടിക്കാൻ ശ്രമിച്ച കേസിലാണ് മറ്റൊരു അറസ്റ്റ്. കേസിൽ കരിപ്പോൾ സ്വദേശി മുഹമ്മദ് പുളിക്കലിനെ പോലീസ് പിടികൂടി. കൂടശ്ശേരിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച അടക്ക മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് യുവാവ് പിടിയിലാകുന്നത്. 3 കേസിലെയും പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കേരള വിഷൻ, വളാഞ്ചേരി.